ബി ക്ലാസ് ലൈസൻസിന്റെ ഇന്റർവ്യൂവിന് ഈ അടുത്തായിട്ട് ചോദിക്കുന്ന പല ചോദ്യങ്ങളിലും ഈ ചേഞ്ച് ഓവർ സിസ്റ്റത്തിൽ ചില കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ACB ഒക്കെ വെച്ച് വരയ്ക്കണ ചേഞ്ച് ഓവർ സിസ്റ്റം കുറച്ച് എളുപ്പമായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ACB വെച്ചുള്ള ഒരു ചേഞ്ച് ഓവർ സിസ്റ്റത്തിനെ പറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ചെറിയ ഒരു പ്രോജക്റ്റിൽ എങ്ങനെ ഒരു ചേഞ്ച് ഓവർ സിസ്റ്റം സെറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇതൊരു ചെറിയ ഷോപ്പ് പോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ നമ്മുടെ KCB നമ്മൾ സപ്ലൈ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മീറ്ററിംഗ് പാനലിൽ വരുന്നുണ്ട്. മീറ്ററിംഗ് പാനലിൽ വന്നതിന് ശേഷം 160 ആംസിൻ്റെ SFU TPN SFU വഴി 100 ആംസിൻ്റെ ഫ്യൂസായിട്ട് വെച്ചേക്കണേ. അതുവഴി ബസ് ബാറിൽ കയറി എന്നിട്ട് അതിൽ നിന്ന് 4 മീറ്ററുകളിലേക്കാണ് അതിൽ പോകുന്നത്. ഒരു സ്പെയർ വിട്ടിട്ടുണ്ട് നമുക്ക്. 4 kWh മീറ്റർ, എല്ലാം 3 ഫേസ് ആണ്. 3 ഫേസ് മീറ്റർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഡിഫറെൻറ്റ് ലോഡുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അതേ പ്രോജക്റ്റിൽ തന്നെ നമ്മൾ 58.5 kVയുടെ ഒരു DG കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ DGയുടെ ഇന്റേണൽ പാനലിൽ 100 ആംസിൻ്റെ 4 പോൾ MCCB ഉണ്ട്, 80 ആംപിയറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറണ്ടിനെ ബേസ് ചെയ്തിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം അതൊരു ജനറേറ്റർ സ്വിച്ച് ബോർഡ് GSBയിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് 4 ഔട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട 4 മീറ്ററിംഗ് പാനലിൽ 4 ഔട്ട് പോകുന്നുണ്ട്, GSBയിൽ നിന്ന് 4 ഔട്ട് പോകുന്നുണ്ട്. അപ്പോൾ 4 ഔട്ട് MCB വഴിയാണ് പോയിരിക്കുന്നത്. 63 amps 4 പോൾ MCB വഴിയാണ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ ഫുൾ ബാക്കപ്പ് ആണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണക്റ്റഡ് ലോഡൊക്കെ എഴുതിയിട്ടുണ്ട്. 43.556 kW + 2 kVAr, മാക്സിമം ഡിമാൻഡ് 35 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു പർട്ടിക്കുലർ ലോഡിലേക്ക് നമ്മൾ വെർട്ടിക്കൽ DB വെച്ചിട്ട് അതിലാണ് കണക്ഷൻ എത്തിച്ചേക്കുന്നത്. വെർട്ടിക്കൽ DBയുടെ ഡീറ്റെയിൽസ് ആണ് അതിൽ കാണുന്നതിൽ. 10.3 kW കണക്റ്റഡ് ലോഡ് ഉണ്ട്. അതിൻ്റെ കേബിൾ സൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ കണക്ഷൻ എത്തിക്കേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ നമ്മളത് DG ഉണ്ടല്ലോ, DGയുടെ അകത്തും ഉള്ള ഔട്ടും KCB എന്നുള്ള ഔട്ടുമാണ് ഈ വരുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അത് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡ്രോയിങ് കാണാം, നിങ്ങൾക്ക് ജസ്റ്റ് നോക്കി കാണാം. ബട്ട് അതിൻ്റെ പൊരുൾ ഇത്രേ ഉള്ളൂ. നമ്മൾ അതിൻ്റെ അകത്തേക്ക് 2 കണക്ഷൻ എത്തിക്കുന്നു. ആ 2 കണക്ഷനാണ് ഈ കാണുന്നത്. 2 കണക്ഷൻ 63 amps 4 പോൾ MCBയിലേക്കാണ് എത്തുന്നത്. AMF1 എന്ന് പറഞ്ഞ ഡൊമൈൻസ്പേയിലെ 1 എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സെറ്റപ്പിലേക്ക് എത്തുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുള്ളത് മെയിനായിട്ട് AMF റിലേ ലോജിക്കാണുള്ളത്. ഓട്ടോ ആൻഡ് മാനുവൽ പ്രൊവിഷനൊക്കെ ഉള്ള റിലേ ലോജിക്കാണ് അതിൻ്റെ അകത്തുള്ളത്. പിന്നെ അതിൻ്റെ അകത്ത് 2 കോണ്ടാക്ടർ ഉണ്ട്. അതായത് KCB സൈഡിലും കോണ്ടാക്ടർ ഉണ്ട്, DG സൈഡിലും കോണ്ടാക്ടർ ഉണ്ട്. അതുപോലെ ഇൻഡിക്കേഷൻ ലാംപ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കൂടെ ഈ 63 amps 4 പോൾ MCB വഴി KCB കണക്ഷൻ എത്തും, ഇൻഡിക്കേഷൻ ലാമ്പ് കത്തും, എന്നിട്ട് നമ്മൾ കോണ്ടാക്ടറിന് അവിടെ വന്ന് നിൽക്കും. അതേപോലെ ഇവിടെ DGയുടെ കണക്ഷനാണ്. ഈ 63 amps 4 പോൾ DGയുടെ കണക്ഷൻ വരും. DG ഓൺ ആയിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊന്നും മാറിപ്പോയി. ഇവിടെ KCBയുടെ കണക്ഷൻ, ഇവിടെ DGയുടെ കണക്ഷൻ. അപ്പോൾ ഇവിടെ KCB കണക്ഷൻ, ഇവിടെ DG കണക്ഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞ ചെറുതായിട്ടൊന്ന് മാറിയതാണ്. ഓക്കെ, ഇനി 2 കണക്ഷൻസും KCBയുടെ DGയുടെ എത്തിക്കഴിഞ്ഞു. ഇനി ഇൻഡിക്കേഷൻ ലാമ്പ് എത്തി, അതിൻ്റെ 2 കോണ്ടാക്ടറിൽ അവിടെ വന്നു നിൽക്കും. ഇനി എന്നിട്ട് ഈ AMF റിലേ ലോജിക്, ആ റിലേ അതിൻ്റെ ലോജിക് ആയിരിക്കും, ഒരു മൈക്രോ പ്രോസസർ ബേസ്ഡ് ലോജിക് ആയിരിക്കും. ഈ ലോജിക്കാണ് തീരുമാനിക്കുന്നത് ഏത് കോണ്ടാക്ടർ ഓൺ ആവുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ജസ്റ്റ് ഈ ലൈൻ, ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് ഇതിങ്ങനെ കാണിച്ചാൽ മതി. മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ഇന്റർലോക്ക് എന്നാണ് ഈ ഒരു സിസ്റ്റത്തിന് പറയുന്നത്. അതായത് അറ്റ് എ ടൈം ഈ കോണ്ടാക്ടർ അല്ലെങ്കിൽ ഈ കോണ്ടാക്ടർ ആയിരിക്കും ഓൺ ആവാനുള്ള സാധ്യതയുള്ളൂ ഈ ലോജിക്ക് പ്രകാരം. ഇതിൻ്റെ അകത്ത് അങ്ങനെ ആയിരിക്കും ലോജിക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറ്റ് എ ടൈം KCB ആണ് ആവശ്യമെങ്കിൽ KCB എന്ന് വരും. KCB പോകുന്ന ടൈമിൽ ഇത് നോക്കും, KCB പോയ കാര്യം നോക്കും, എന്നിട്ട് അതിൻ്റെ ഡിലേ കൊടുത്തതിന് ശേഷം ഇത് ഓണാക്കും. അപ്പോൾ ഇത് ഓണാക്കുന്ന സമയം ഇത് ഓഫ് ആവും. അപ്പോൾ ഇത് അതായത് പരസ്പരം ഇന്റർലോക്ക് ആവുക എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ ഈ കോണ്ടാക്ടറിൻ്റെ ഇന്റർലോക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കോണ്ടാക്ടറിൻ്റെ സ്വിച്ച് ഗിയേഴ്സ് എന്നൊക്കെ പറഞ്ഞ എൻ്റെ പ്ലേലിസ്റ്റുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് കോണ്ടാക്ടേഴ്സ് തമ്മിൽ ഇന്റർലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലോജിക്ക് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു പ്രോസസ്സിൽ ചെയ്തേക്കുന്നത് അങ്ങനെ. വേറെ ഫസ്റ്റ് ഫ്ലോറിൽ DB ഉണ്ട്, അതും ഇതേ ഒരു പാനൽ സെറ്റപ്പ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇന്റർലോക്കിംഗ് അതിൻ്റെ അകത്ത് സാധ്യമാക്കിയത്.